റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു സോൺ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും സോൺ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക വേക്കൻസി കൂടുതലുള്ള, ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സോൺ ആയിരിക്കും മിക്കവാറും ആളുകൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള മുംബൈ സോണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സെക്കന്ദരാബാദ് സോണോ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആളുകൾക്കുള്ളിൽ ചെറിയൊരു ചിന്തയാണ്, നമ്മൾ ആ സോൺ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു ട്രാൻസ്ഫറിലൂടെ നമുക്ക് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ട്രാൻസ്ഫർ പോസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ കേരളത്തിലാണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ വേക്കൻസിയും തൊഴിൽ സാധ്യതയും നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, സെക്കന്ദരാബാദ് ചൂസ് ചെയ്തു. ആ നിങ്ങൾക്ക് കേരളത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫറിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള സാധ്യത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാൻസ്ഫർ പോസിബിലിറ്റി ഉള്ളത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫറിന് വേണ്ടി അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത സോണിൽ 5 വർഷം നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. അതായത് 5 വർഷം നിങ്ങൾ ഏത് സോണാണോ കിട്ടിയത് അവിടെ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ, കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്ട്ലി നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കേരളത്തിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനുള്ള സാധ്യത നിലനിൽക്കുന്നുള്ളൂ. പല ആളുകളും കേരളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം കേരളത്തിൽ മറ്റു റെയിൽവേ സോണുകൾ അപേക്ഷിച്ച് ഏറ്റവും കുറവ് പോസ്റ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം ആയതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പോസ്റ്റിംഗ് കിട്ടാനുള്ള ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എല്ലാവരും പറഞ്ഞു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡയറക്ട്ലി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഒരുപക്ഷെ സെക്കന്ദരാബാദ് സോണിൽ നിന്ന് തമിഴ്നാട് സോണിലേക്കോ അല്ലെങ്കിൽ അതായത് ചെന്നൈ സോണിലേക്കോ ബാംഗ്ലൂർ സോണിലേക്കോ ഒക്കെ നിങ്ങൾക്ക് മാറാനുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ്. ഇതാണ് ഏറ്റവും മികച്ച ട്രാൻസ്ഫർ ഓപ്ഷൻസിൽ ഒന്ന്. അതായത് നിങ്ങൾ ഇപ്പൊ സെക്കന്ദരാബാദ് സോൺ സെലക്ട് ആയി എന്ന് വിചാരിക്കാം. അപ്പൊ സെക്കന്ദരാബാദ് സോണിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ആണ്. മിക്കവാറും ചില നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ബാംഗ്ലൂർ സോണിലും ചെന്നൈ സോണിലും കേരള സോണിലും ഒക്കെ കിടക്കുന്നുണ്ടാവും. സോ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ, നിങ്ങളെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതായത് ഇപ്പൊ സെക്കന്ദരാബാദിൽ ഒരാൾ കേരളത്തിലെ ഒരാളുമായിട്ട് മ്യൂച്വൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ആള് നേരെ സെക്കന്ദരാബാദിലേക്കും സെക്കന്ദരാബാദിലുള്ള ആള് കേരളത്തിലേക്കും വരുന്ന ഒരു സംവിധാനം. അല്ലെങ്കിൽ സെക്കന്ദരാബാദിൽ നിന്ന് ഒരാൾ നേരെ ചെന്നൈയിലേക്ക് വരുന്നു, ചെന്നൈയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നു. സോ ആ രീതിയിലുള്ള മ്യൂച്വൽ ട്രാൻസ്ഫർ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ ഒന്നാമത്തേതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 5 വർഷം കഴിഞ്ഞാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്, അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫറിൽ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പൗസ് ട്രാൻസ്ഫർ ആണ്. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഒരു സർക്കാർ സർവീസിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ സോണിലാണ് നിങ്ങൾ സെലക്ടഡ് ആയിട്ടുള്ളതെന്ന് വിചാരിക്കുക. ബാംഗ്ലൂർ സോണിലാണ് നിങ്ങൾ സെലക്ട് ആയിട്ടുള്ളത്, നിങ്ങളുടെ വൈഫ് വർക്ക് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ പങ്കാളി വർക്ക് ചെയ്യുന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, സ്പൗസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ പങ്കാളിക്ക് ഗവൺമെന്റ് ജോബ് ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു സ്പൗസ് ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ 3 രീതിയിലുള്ള ട്രാൻസ്ഫറുകളാണുള്ളത്. ഇതിൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ പോസിബിലിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തണം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മികച്ച മ്യൂച്വൽ ട്രാൻസ്ഫറുകൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏത് സോൺ ആണോ സെലക്ട് ചെയ്തത് അത് സോണിനെ ഡിപ്പെൻഡ് ചെയ്യട്ടോ. അതായത് ചില സോണിലൊന്നും ഒരിക്കലും ആളുകൾ മ്യൂച്വൽ ട്രാൻസ്ഫർ തയ്യാറാവില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില സോണിലൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആ രീതിയിലുള്ള ട്രാൻസ്ഫർ പോസിബിലിറ്റിയെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യാൻ കാരണം ഈ ജോലിയെ കുറിച്ച്
ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ട് ആ ഒരു ജോലി നേടിയെടുക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അതായത് നിങ്ങൾ എന്തായാലും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ തീരുമാനിച്ച ആളുകളാണ്. നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ജോലി ലഭിക്കാം, അങ്ങനെ ജോലി ലഭിച്ചാൽ ഞങ്ങൾക്കൊരു ട്രാൻസ്ഫറിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. സോ അത് സിൻസിയർ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്ക് ഇതേപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്നത് 2025 ഒരു മികച്ച അവസരം തന്നെയാണ്. ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ട് ഈ എക്സാംസിനെ കുറിച്ച്. അതായത് കഴിഞ്ഞ പ്രാവശ്യം എക്സാംസ് പലതവണ ക്യാൻസൽ ചെയ്തു, മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവുകളെയും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അവസരം വന്നിരിക്കുകയാണ്. 2025 ലോക്കോ പൈലറ്റ് എക്സാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ അവസരം ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാർക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെയും ഡെഡിക്കേഷന്റെയാണ്. നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കുന്ന ആളുകളെ എടുത്ത് നിങ്ങൾ അത് കേൾക്കുക വേണ്ട. നിങ്ങൾ ഈ എക്സാം നേടിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസും ഏറ്റവും മികച്ച ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിംഗ്. ഹാവ് എ നൈസ് ഡേ.